എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആധാർ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സംസ്ഥാന തൊഴിൽ വകുപ്പിന് കീഴിൽ 16 ക്ഷേമനിധി ബോർഡുകളിലൂടെ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇനി ആധാർ അധിഷ്ഠിതമാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊഴിൽ വകുപ്പ് നടപ്പിലാക്കുന്ന അഡ്വാൻസ്ഡ് ഇൻഫർമേഷൻ ഇന്റർഫേസ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ 2ാം ഘട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണിത്. ഇനി മുതൽ ആനുകൂല്യങ്ങൾ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമായിരിക്കും വിതരണം ചെയ്യുക. ഇത് ഇടനിലക്കാരുടെ ഇടപെടൽ ഒഴിവാക്കാൻ സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. AIS സോഫ്റ്റ്വെയറിൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ള 16 ക്ഷേമനിധി ബോർഡുകളിലെയും അംഗങ്ങൾക്ക് ആധാർ അധിഷ്ഠിത സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. തൊഴിലാളികൾക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രം, ക്ഷേമനിധി ബോർഡ് ഓഫീസുകൾ എന്നിവ വഴിയോ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ പുതുക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും. തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാനും സേവനങ്ങൾ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ വിരൽത്തുമ്പിൽ എത്തിക്കാനുമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. അപ്പോൾ 16 ക്ഷേമനിധി ബോർഡ്, തൊഴിലുറപ്പിന് കീഴിലുള്ള 16 ക്ഷേമനിധി ബോർഡിലെ ക്ഷേമത്തിൽ നിന്നുള്ള മറ്റ് സഹായങ്ങൾ, ആനുകൂല്യങ്ങൾ എല്ലാം ഇനി ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആധാർ ബാങ്കുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന്, ആധാർ സീഡിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ എല്ലാം ആധാർ അധിഷ്ഠിതമായിട്ട് തന്നെയാണ്. അത് തുടക്കം മുതൽ തന്നെ അങ്ങനെയാണ്. ക്ഷേമ ബോർഡുകൾ കൂടി അങ്ങനെ ആകുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാത്തിരുന്ന ആധാർ ആപ്പ് ലോഞ്ച് ചെയ്തു. ആധാർ അപ്ഡേഷനുകൾക്കായി ഇനി ദീർഘനേരം ക്യൂ നിൽക്കേണ്ടി വരില്ല. പകരം മൊബൈൽ ആപ്ലിക്കേഷൻ വഴി മൊബൈൽ നമ്പർ മാറ്റുന്നതിനും അഡ്രസ് മാറ്റുന്നതിനും കഴിയും. അപ്ഡേറ്റ് വേഗത്തിലാക്കാനും ഭൗതിക ആധാർ കാർഡുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനും വെരിഫിക്കേഷൻ എളുപ്പമാക്കുന്നതിനുമാണ് ആധാർ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പുതിയ ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. 2 വഴിയിലൂടെ ആപ്ലിക്കേഷൻ വഴി വെരിഫിക്കേഷൻ നടത്താം. പേരോ പ്രായമോ നൽകി പ്രൊഫൈൽ ലോഗിൻ ചെയ്യുന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഇന്റർനെറ്റ് ഇല്ലാതെ വെരിഫിക്കേഷൻ അനുവദിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള QR കോഡ് ഉപയോഗിച്ചുള്ള രീതിയാണ്. ആപ്ലിക്കേഷൻ വഴി അഡ്രസ്സും ഫോൺ നമ്പറും അപ്ഡേറ്റ് ചെയ്യാൻ ആധാറിലെ വിവരങ്ങൾ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. ഹോം സ്ക്രീനിൽ അപ്ഡേറ്റ് ആധാർ ഡീറ്റെയിൽസ് എന്നതിൽ പോയി മൊബൈൽ നമ്പർ ആണോ അതോ അഡ്രസ് ആണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത് തിരഞ്ഞെടുത്തതിന് ശേഷം പുതിയ വിവരങ്ങൾ നൽകി വെരിഫിക്കേഷൻ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്നതിന് ചെറിയ ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് റിക്വസ്റ്റ് പ്രോസസ് ചെയ്ത് തുടങ്ങുകയും ആധാർ രേഖകളിൽ ലഭ്യമാവുകയും ചെയ്യുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് ആധാറിന്റെ ഫോട്ടോ കോപ്പി എടുക്കുന്നത് ആധാർ ആപ്പിന്റെ വരവോടുകൂടി നിരോധിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഹോട്ടലുകൾ, പരിപാടികളിലെ സംഘാടകർ, സമാന സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ എന്നിവിടങ്ങളിൽ ആധാർ കാർഡിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ ശേഖരിക്കുന്നതും സൂക്ഷിക്കുന്നതും തടയുന്നതിനായി പുതിയ നിയമം ഉടൻ കൊണ്ടുവരും എന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പുതിയ ആധാറിന്റെ വരവോടുകൂടി ആധാറിന്റെ ഫിസിക്കൽ കോപ്പിയുടെ ഉപയോഗം കാര്യമായിട്ട് തന്നെ കുറയും. പുതിയ ഫിസിക്കൽ കോപ്പി ആധാർ കൂടി വരുന്നുണ്ട്. അത് QR കോഡായിരിക്കും അതിലുണ്ടാകുക. ആധാർ ഉടമയുടെ പേരും QR കോഡും മാത്രമായിരിക്കും ആധാറിൽ ഉണ്ടാവുക. നമ്പർ പോലും ആധാറിൽ നിന്നും നമുക്ക് കാണാൻ കഴിയില്ല. QR കോഡ് സ്കാൻ ചെയ്താൽ എല്ലാ വിവരങ്ങളും ലഭ്യമാവുന്ന രൂപത്തിലാണ് ഉണ്ടാവുക. അതുപോലെ 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് എല്ലാ ഗുണഭോക്താക്കളും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നിരവധി സേവനങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള മസ്റ്ററിംഗ്, മറ്റു കാര്യങ്ങൾ എല്ലാവർക്കും ആധാർ കാർഡ് അനിവാര്യമാണ്. ബയോമെട്രിക് വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ ബയോമെട്രിക് മസ്റ്ററിങ്ങുകൾ, ഇവയ്ക്കെല്ലാം ആധാർ വളരെ പ്രധാനപ്പെട്ടതാണ്. ആധാറിലെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെയാണ്. മൊബൈൽ നമ്പർ ഇല്ലാത്ത ആധാർ കാർഡിന് ഒരു കടലാസിന്റെ വില പോലും ഉണ്ടാകില്ല എന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണോ അത് ആധാറിൽ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ അത് പുതിയ ആപ്ലിക്കേഷൻ മുഖേന സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. പുതിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും എല്ലാ വർഷവും ഇനി ആധാർ മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 10 വർഷം കഴിഞ്ഞിട്ടുള്ളവരാണ്, 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ പെൻഷൻ വാങ്ങുന്നവർ, സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിച്ചിട്ടുള്ളവർ എങ്കിൽ അവരുടെ ആധാർ കാർഡും പുതുക്കേണ്ടതാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു.
ഓർക്കുക, ആധാറിലെ അശ്രദ്ധമായിട്ടുള്ള ഉപയോഗം നമുക്ക് പല ആളുകളുടെയും അക്കൗണ്ടിൽ നിന്ന് പണം വരെ നഷ്ടമായിട്ടുണ്ട്. എന്നാൽ മൊബൈൽ ആപ്പ് വഴിയുള്ള ആധാർ ഉപയോഗിക്കുമ്പോൾ അത്തരം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കുന്നത്. രാജ്യത്തെ ഓരോരുത്തരെയും ഏറ്റവും വലിയ രേഖയായിട്ട് ഇന്ന് ആധാർ കാർഡിനെ എല്ലാവരും കാണുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട രേഖയും ആധാർ കാർഡാണ്. ആധാർ കാർഡ് അടിസ്ഥാനത്തിലാണ് തുക വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നടക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡിംഗ് നടത്തിയിട്ടില്ല എങ്കിൽ ആ തുക ലഭിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ആധാറിലെ അഡ്രസ്സിന്റെ കാര്യവും. സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്ക് എല്ലാ വർഷവും ആധാർ അധിഷ്ഠിത മസ്റ്ററിംഗ് ഉണ്ടാകും എന്ന് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥിരീകരണ പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് UIDAI നൽകുന്ന 12 അക്കം റാൻഡം നമ്പറാണ് ആധാർ നമ്പർ. ഇന്ത്യയിൽ താമസിക്കാരായ ഏതൊരു വ്യക്തിക്കും പ്രായവും ലിംഗവും പരിഗണിക്കാതെ ആധാർ നമ്പർ ലഭിക്കുന്നതിന് സ്വമേധയാ എൻറോൾ ചെയ്യാം. ആധാർ കാർഡിൽ വ്യക്തിയുടെ പേര്, ജനനതീയതി, വ്യക്തിയുടെ ലിംഗം, വിലാസം തുടങ്ങിയ വിവരങ്ങൾ അടങ്ങിയിരിക്കും. ആധാർ കാർഡിലെ എല്ലാ വിശദാംശങ്ങളും കാലികമായിരിക്കേണ്ടത് നിർണായകമാണ്. പലപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്നവരോ പുതിയ വീട് വാങ്ങുന്നവരോ അവരുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കാറില്ല. പഴയതും കാലഹരണപ്പെട്ടതുമായിട്ടുള്ള ഒരു രേഖ ചിലപ്പോൾ എല്ലാ സർക്കാർ പദ്ധതികളിലെയും ആക്സസ് ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞേക്കാം. ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ പല ആളുകൾക്കും നഷ്ടപ്പെട്ടതുപോലെ ബാങ്ക് KYC, ആദായനികുതി, മറ്റ് പ്രധാന ജോലികൾ എന്നിവയെ എല്ലാം ഇത് ബാധിക്കുന്നതാണ്. ആധാർ കാർഡിലെ വീട്ടുവിലാസം അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അതിനുള്ള പ്രക്രിയ ലളിതവുമാണ്. ഇത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI അടുത്തിടെ പുറത്തിറക്കിയ ആധാർ ആപ്പ് വഴി എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. ആൻഡ്രോയിഡിലും iOSലും പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. സ്മാർട്ട് ഫോണിൽ പുതിയ ആധാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ആധാർ വിശദാംശങ്ങൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡ് ഉടനെ തന്നെ ആപ്പിൽ ദൃശ്യമാകും. ലോഗിൻ പൂർത്തിയായ ശേഷം ആപ്പിനുള്ളിൽ സേവനം എന്ന ഓപ്ഷൻ ലഭ്യമാണ്. അവിടെ ഉപയോക്താക്കൾക്ക് അവരുടെ വിലാസം മാറ്റാൻ ഓപ്ഷൻ ഉണ്ടാകും. ഇതിന് 75 രൂപ ഫീസ് ഈടാക്കും. കൂടാതെ 15 ദിവസത്തെ പ്രോസസ്സിംഗ് സമയവും ആവശ്യമാണ്. UIDAIയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും ഇക്കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. UIDAI.gov.in സന്ദർശിച്ച് നിങ്ങളുടെ ഭാഷ തിരഞ്ഞെടുക്കുകയും എൻ്റെ ആധാർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയും അപ്ഡേറ്റ് യുവർ ആധാർ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്ത് അപ്ഡേറ്റ് അഡ്രസ് ഇൻ യുവർ ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രോസസ്സിംഗ് നടപടികൾ പൂർത്തീകരിക്കാം. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.